ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്തിട്ട് കാണാം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും ഞണ്ട് കറി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞണ്ടിന് ഇനി വേവിച്ചെടുക്കാം കേട്ടോ, നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുത്തില്ലെങ്കിൽ വയറുവേദന എടുക്കും ചിലവർക്ക്, അതുകൊണ്ടാണ് നന്നായിട്ട് വേവിക്കണേ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ട് ചിരകിയതിന് ശേഷം ഒരു സ്ഥിര ജാറിനകത്തിട്ട് ഒരു കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ കിട്ടും. ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചിട്ട് വറുത്തെടുത്തിട്ട് സമയത്ത് ഞണ്ടിനൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുന്ന സമയം തന്നെയാണ് ഞണ്ട് വേവിക്കാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങയൊക്കെ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു പച്ചമുളക് നടുകെ കീറിയതും 10 വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിനകത്താണ് വെച്ചത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി വാടി വന്നപ്പോൾ അതിനകത്തേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞണ്ടിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ആ ഒരു തിള വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഞണ്ടിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ ഒന്നും കൂടി. അപ്പോൾ അതിനകത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, മൂടി തുറന്ന്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വീണ്ടും 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം ചാറ് വേണം അതനുസരിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് രുചികരമായിട്ട് നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.